ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ CGL എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഏതാണ്ട് ഈ ആഴ്ച തന്നെ അടുത്ത ഒരാഴ്ച കൊണ്ട് അവരുടെ എക്സാമിനേഷൻ നടക്കും. ആദ്യമേ എല്ലാവിധമായ ആശംസകളും നേരട്ടെ. സാധാരണ എക്സാമിനേഷന് തയ്യാറാകുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം വളരെ പെട്ടെന്ന് പറയാം. നിങ്ങൾക്കിത് ഈ എക്സാമിനേഷന് മുമ്പ് തന്നെ ഉപയോഗപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പരീക്ഷയുടെ പ്രിപ്പറേഷനെ പോലെ പ്രാധാന്യമാണ് പരീക്ഷ എഴുതുക എന്നുള്ളത്. പല കുട്ടികൾക്കും സംഭവിക്കുന്നത് വൃത്തിയായി പഠിച്ചുവെങ്കിലും എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് അത് കംപ്ലീറ്റ് എഴുതാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എക്സാം കഴിഞ്ഞ് നിങ്ങൾ വെളിയിലിറങ്ങുമ്പോഴോ വീട്ടിലെത്തുമ്പോഴോ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യുമ്പോഴോ ഒക്കെ പെട്ടെന്ന് അയ്യോ അതും എനിക്കറിയാമായിരുന്നു, ഇത് ചെയ്താൻ പറ്റിയിരുന്നില്ല, അത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയും. ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് സമയം ലഭിച്ചില്ല. രണ്ടാമത്തത്, നിങ്ങളുടെ ആൻസൈറ്റി, നിങ്ങളുടെ ഉത്കണ്ഠ മൂലം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാനേ കഴിഞ്ഞിട്ടില്ല. ഇത് രണ്ട് സംഭവിക്കാം. സമയം ലഭിക്കാത്തതിൻ്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന്, നിങ്ങൾ ആദ്യം തന്നെ വളരെ സമയം കൺസ്യൂം ചെയ്യുന്ന 3-4 ക്വസ്റ്റ്യന് വേണ്ടി നിങ്ങളുടെ സമയം കളഞ്ഞു എന്നുള്ളതാണ്. അതിന് ഏറ്റവും സാധ്യത കൂടുതൽ മാത്തമാറ്റിക്സിലെ ചില ക്വസ്റ്റ്യൻ നിങ്ങളെ കുഴപ്പിച്ച് കാണും. 2-3 മിനിറ്റൊക്കെ പോയി കാണും ഒരു ക്വസ്റ്റ്യൻ്റെ പുറകെ. ഇംഗ്ലീഷിലെ കോംപ്രിഹെൻഷൻ ചിലപ്പം വായിച്ച് നിങ്ങൾക്ക് സമയം കൂടിയെടുത്ത് കാണും. ചില ലോജിക്കൽ റീസണിങ്ങിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ 2-3 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങളുടെ ഒരു 8 മിനിറ്റ് 1-2 ക്വസ്റ്റ്യൻ തീർന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ ആൻസൈറ്റി ലെവൽ കൂടി. ഇനിയും എങ്ങനെയാകുമെന്ന് ചെയ്യുന്നു നിങ്ങൾ പിന്നെ ഹറിയിലായിപ്പോയി, കാര്യങ്ങളൊന്നും എത്തിയില്ല. ഈ സമയത്ത് എനിക്ക് വളരെ നിർബന്ധമായി നിങ്ങളോട് പറയാനുള്ളത്, ഒന്ന്, നിങ്ങൾ മനസ്സിലാക്കുക, എക്സാമിനേഷൻ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഷോ യുവർ സ്ട്രെങ്ത്. നിങ്ങളുടെ സ്ട്രെങ്ത് കാണിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വിച്ച് യു ഹാവ് ടു ഷോ. ഇതാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ എക്സാമിനേഷനിലെ നിങ്ങളുടെ പെർഫോമൻസ് ആണ്, അല്ലാതെ അൾട്ടിമേറ്റ് റിസൾട്ട് വരുന്നതല്ല. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നിരിക്കുന്ന സമയത്തുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. മേ ബി ആഫ്റ്റർ എ ഡേ വീണ്ടും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ദിസ് വുഡ് ബി വെരി ഈസി ഫോർ യു. അതുകൊണ്ട് കാര്യമില്ല, എക്സാമിനേഷൻ ടൈമിൽ നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ചെയ്യാൻ നിങ്ങൾക്ക് വളരെ സൗകര്യപൂർവ്വം ചെയ്യാൻ പറ്റുന്ന 1-2 ടിപ്പുകൾ ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾക്കറിയാം 4 ഏരിയയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഏതാണ്ട് ഇംഗ്ലീഷിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇംഗ്ലീഷിൽ ഏതാണ്ട് ഒരു 20 ക്വസ്റ്റ്യൻസ് യു വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ഇൻ 6 മിനിറ്റ്സ്. അതായത് ഒരു തിങ്കിങ്ങും ഇല്ലാതെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ആൻസർ കിട്ടുന്ന ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻസ് കാണും. ഇറ്റ് മേ ടേക്ക് ഓൺലി 6 മിനിറ്റ്സ്. അതുപോലെ മാത്തമാറ്റിക്സിൽ യു വിൽ ബി ഹാവിങ് അനദർ 15 ക്വസ്റ്റ്യൻസ്. ഇറ്റ് മേ ടേക്ക് ടു 6 to 8 മിനിറ്റ്സ്. ഒരു 15 ക്വസ്റ്റ്യൻ 6 to 8 മിനിറ്റ് എടുക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. റീസണിങ്ങിൽ യു മേ ഗെറ്റ് സം 10 to 12 ക്വസ്റ്റ്യൻസ്. എഗെയിൻ വിൽ ടേക്ക് 5 to 6 മിനിറ്റ്സ്. ഇതൊക്കെ ഞാനൊരു ആവറേജ് കണക്കുകളാണ് പറയുന്നത്. ജനറൽ അവയർനെസ്സിലും നിങ്ങൾക്കൊരു 10 ക്വസ്റ്റ്യനെങ്കിലും കിട്ടും. അതിന് ഒരു 6 മിനിറ്റ്സിൽ കൂടുതൽ എടുക്കാൻ സാധ്യതയില്ല. ഞാൻ ഈ പറഞ്ഞതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്കൊരു 50-55 ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞു ബൈ സ്പെൻഡിങ് 25 to 30 മിനിറ്റ്സ്. 50 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾ ആൻസർ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി. ഒരു 25 മിനിറ്റ് മാത്രമേ നിങ്ങൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യേണ്ടത് ഈ 50 ക്വസ്റ്റ്യൻസാണ്. കൂടുതൽ സമയമെടുക്കുമെന്നും കൺഫ്യൂസിങ് ആണെന്നും തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതാതെ പോവുക. അത് മാത്രം സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് റൗണ്ടിലേക്കോ തേർഡ് റൗണ്ടിലേക്കോ വിടുക. ഫസ്റ്റ് റൗണ്ടിൽ ഇത് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഹാവ് എ കോൺഫിഡൻസ്. നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ഒരു 55 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു എന്നൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാകും. ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ആവശ്യത്തിന് സമയമുണ്ട്. ഇനിയും നിങ്ങൾ ചിന്തിക്കേണ്ട വേറൊരു സംഭവം, ആദ്യമൊക്കെ ഞാൻ പറയുമായിരുന്നു 100 ക്വസ്റ്റ്യൻസ് പഠിക്കണം അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇനിയും നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത് ഏതാണ്ട് 75 to 80 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. 100 ക്വസ്റ്റ്യൻസ് ചോദിക്കുമെങ്കിലും ഈ Tier 1 എക്സാമിനേഷൻ്റെ പ്രത്യേകത അതിൽ റാങ്കിനെ സ്വാധീനിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ക്ലിയറൻസ് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം നിങ്ങളൊരു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഏതാണ്ട് 150 മാർക്സ് ആയിരുന്നു. ഓൾമോസ്റ്റ് 75 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ വർഷം വേക്കൻസി കൂടിയതുകൊണ്ട് ഇറ്റ് ഷുഡ് കം ഡൗൺ. അത് താഴോട്ടുള്ള തരാനാണ് സാധ്യതയുള്ളൂ. പക്ഷെ നമുക്ക് റിസ്ക് ഒന്നും എടുക്കണ്ട.
ലെറ്റ് us think that നമുക്കൊരു 75 to 80 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആൻസർ ചെയ്യണമെന്നുള്ള ടാർഗറ്റ് വെച്ചാൽ നിങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ചെയ്യേണ്ടത് ഏതാണ്ട് 20-25 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഈ 20-25 ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിൽ ഏതാണ്ട് 30 മിനിറ്റ് കൊണ്ട് അതൊരു കൺവീനിയൻറ്റ് ടൈമാണ്. അതിനുള്ള സമയം അപ്പോൾ മാത്തമാറ്റിക്സിലെയോ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനിലെയോ ലോജിക്കൽ റീസണിങ്ങിലെയോ കൺഫ്യൂസ്ഡ് ആയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ there you can spend some more time. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ അടുത്ത റൗണ്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യും. ഇത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാകും. അതിനേക്കാൾ ഉപരി എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റിയില്ലല്ലോ എന്നുള്ള റിഗ്രറ്റ് എന്തായിരുന്നാലും ഉണ്ടാവത്തില്ല. വേറൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ നെഗറ്റീവ് മാർക്കിങ്ങിൻ്റെ ഇഷ്യൂ ആണ്. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് മൂലം നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഫ് യു തിങ്ക് ഒരു 65 to 70 ക്വസ്റ്റ്യൻസ് നമ്മുടെ കറക്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ആർ നോട്ട് സപ്പോസ് ടു ടേക്ക് എനി റിസ്ക്. 65 ക്വസ്റ്റിന് മുകളിൽ നിങ്ങളുടെ കറക്റ്റ് ആണെന്ന് തോന്നുന്ന സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ യു ഷുഡ് നെവർ ഗോ ഫോർ എ റിസ്ക്. ഒരു ഗസ്സിങ്ങിന് പോകരുത്. കാരണം എവരി നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഇസ് കോസ്റ്റിംഗ് യു സംതിങ്. അതുകൊണ്ട് അവിടെ വെച്ച് നിങ്ങൾ ഗസ്സിങ്ങിന് പോകരുത്. മോസ്റ്റ് പ്രോബ്ലി യു വിൽ ബി ഇൻ എ പൊസിഷൻ ടു ക്ലിയർ ഇറ്റ്. പക്ഷേ നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ സ്കോർ എക്സാം വളരെ ടഫായിരുന്നു, ഒരു 60ൽ താഴെ ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ളെങ്കിൽ ഞാൻ ഒരു അപകടകരമായ അഡ്വൈസ് തരും. നിങ്ങളങ്ങ് ഗസ് ചെയ്യണം കുറേ. കാരണം ലക്ക് ഒരു ഫാക്ടറാണ്. ചിലപ്പം ഈ ലക്ക് വെച്ച് കുറച്ച് കയറിപ്പോയിരിക്കും. ബട്ട് ദിസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ദോസ് ഹു ആർ റിയലി ക്ലിയർ 70 to 75 ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ഉള്ള ഒരാൾ സമയമുണ്ട് എന്നുള്ള കാരണം കൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യരുത്. ഗസ് വർക്ക് നടത്തരുത്. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിക്കൊള്ളുക. പക്ഷേ യു ഷുഡ് നെവർ ഗോ ഫോർ എ ഗസ് വർക്ക്. അല്ലാത്തവർക്ക് ഒരു ഗസ് വർക്ക് എടുത്ത് ഒരു ചാൻസ് വരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ അവസാനം പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് ഒരു ഉത്കണ്ഠയാണ്, ആങ്സൈറ്റിയാണ്. ഈ ജോലി കിട്ടിയെങ്കിൽ ഇല്ലെങ്കിൽ എങ്ങനെയാണ്, ഈ എക്സാം ക്ലിയർ ചെയ്തില്ലെങ്കിൽ എൻ്റെ ഭാവി എങ്ങനെയായിരിക്കും, നാട്ടുകാരോടുള്ള മറുപടി, വീട്ടുകാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി. ഇപ്പം ചിന്തിക്കേണ്ട ചോദ്യങ്ങളല്ല ഇതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്കടുത്ത ഒരാഴ്ച നിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് പഠിച്ചത് മുഴുവനും അതേപോലെ റിവൈസ് ചെയ്ത് ശരിയായ രീതിയിൽ എക്സാം എഴുതുക എന്നുള്ള ഒറ്റ ടാർഗറ്റ് മാത്രമേ നമ്മുടെ ഉള്ളൂ. അവിടെ നിന്ന് നമ്മളുടെ ടാർഗറ്റ് മാറുന്നത്. അർജുനനെ പറ്റി കേട്ടിട്ടില്ലേ? അർജുൻ മീനെ പോലും കണ്ടില്ല, മീനിൻ്റെ കണ്ണ് മാത്രമാണ് കണ്ടത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചുറ്റുപാടുമുള്ളത് ചിന്തിക്കാനുള്ള സമയമല്ല. അതിനുള്ള സമയം കിട്ടുമ്പോൾ നമുക്ക് സംസാരിക്കാം. രണ്ടാമത്തത് ഓവർ തിങ്കിങ് വരാൻ സാധ്യതയുണ്ട്. ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പഠിച്ചിരുന്നില്ല, അത് പഠിച്ചിരുന്നില്ല, അതുകൂടെ പഠിച്ചിരുന്നെങ്കിൽ എന്ത് വരുമായിരുന്നു, പിന്നെ ഇതൊന്നുമല്ലാത്ത കുറേ ഏറിയൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഈ മറ്റു എക്സാമിനേഷൻ എഴുതിയായിരുന്നെ കൊള്ളായിരുന്നു, കഴിഞ്ഞ വർഷത്തെ എക്സാമിനേഷൻ നല്ല മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ പോയി. ദീസ് ആർ ഓവർ തിങ്കിങ്. ഇത് ഈ സമയത്ത് നമ്മൾക്ക് അനാവശ്യമായി വരുന്ന ചിന്തകളാണ്. ഇങ്ങനെയുള്ള അനാവശ്യമായ ചിന്തകൾ വരുമ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റോപ്പ് ബോർഡ് കാണണം. ഈ ട്രാഫിക്കാരൻ്റെയിലൊക്കെ STOP എന്നൊക്കെ എഴുതിയൊരു ബോർഡ് കാണത്തില്ലേ, ഒരു റെഡ് ലൈറ്റ് കാണത്തില്ലേ? അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നിങ്ങൾ സ്വയം ഒരു റെഡ് ലൈറ്റ് കത്തിക്കണം. എന്നെ മതി, എൻ്റെ ചിന്ത ഇവിടം കൊണ്ട് അവസാനിക്കണം എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ. വീണ്ടും ഒന്നുകൂടി ഇനിയും പുതുതായിട്ട് പഠിക്കുവാനുള്ള ഒന്നും സമയം നിങ്ങൾക്കില്ല. കാരണം ഒരാഴ്ച മാത്രമേ ഉള്ളൂ. ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ പുതിയതായിട്ടൊന്നും പഠിച്ച് നേടാനില്ല. അതുകൊണ്ട് പുതിയതായിട്ടൊന്നും പഠിക്കാതിരിക്കുക. പഠിച്ച കാര്യങ്ങൾ തറവായിട്ട് റിവൈസ് ചെയ്യുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കുറഞ്ഞത് ഒരു ദിവസം 2 മോക്ക് ടെസ്റ്റെങ്കിലും ഇനി എഴുതാൻ പറ്റും തോന്നുന്നു. മോക്ക് ടെസ്റ്റിനകത്ത് നിങ്ങൾ പഠിച്ചതിൽ നിങ്ങൾക്ക് മിസ്സാകുന്ന പോർഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ അവിടേക്ക് പോവുക, നിങ്ങളുടെ റിവിഷൻ അവിടേക്ക് പോവുക. വളരെ പോസിറ്റീവായി മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ എക്സാമിനേഷൻ എനിക്ക് എഴുതാൻ പറ്റും എന്ന വിശ്വാസത്തോടുകൂടി മറ്റുള്ളവരെന്ത് പഠിച്ചു എന്ന് ചിന്തിക്കാതെ, എത്രമാത്രം കൂടെ ഞാൻ പഠിച്ചില്ല എന്നുള്ളതൊന്നും ചിന്തിക്കാതെ ലെറ്റ് us go with a positive note. All the best. Thank you very much.